ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്, ലോങ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലത്തറ മിൽമയിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഒരു ആൾത്തിരക്ക് കണ്ടിട്ടാണ് നമ്മളിതേ അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നവംബർ 25, 26 തീയതികളിൽ എല്ലാ വർഷവും അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിലെ കുട്ടികളും ഓഫീസേഴ്സും അല്ലാതെ എല്ലാവർക്കും വന്ന് ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരമാണ് മിൽമ ഒരുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ മെഷീൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന രീതിയും മിൽമയിലെ ഓരോ പ്രോഡക്ട്സും ചെയ്യുന്ന രീതികൾ നമുക്ക് പരിചയപ്പെടുത്താനും ഓരോരോ സെക്ഷനിലും ഓരോ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ നീ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവരെല്ലാം പറഞ്ഞു തരും, ഓരോ മെഷീൻസിൻ്റെയും ഗുണങ്ങളും. അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഐസ്ക്രീമിൻ്റെതായാലും അതുപോലെ തന്നെ പാലിൻ്റെതായാലും കേർഡിൻ്റെതായാലും ഒക്കെ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണ് അവർ അത് ചൂടാക്കി എടുക്കുന്നത്, അതിൻ്റെ ചൂടാക്കുന്ന മെഷീൻ്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനം എത്ര മണിക്കൂറാണ്, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരിതേ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അതെവിടുത്തെ കാഴ്ചകൾ കുറച്ച് നമുക്കിന്ന് കണ്ടിട്ട് വരാം. അടുത്തത് നമ്മൾ പാല് ഫില്ല് ചെയ്തിട്ട് അതിനെ ട്രേയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഒരു ട്രേയിൽ ഒരു 26 കവർ പാലാണ് കൊള്ളുന്നത്. ഈ മെഷീൻ വന്നിട്ട് 36-40 കവർ പാലാണ് ഒരേ സമയം നമുക്ക് ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് കിട്ടുന്നത്. അതേസമയം അടുത്ത മെഷീനിൽ ഈ മെഷീനാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി, അതായത് 70ഓളം പാല് നമുക്ക് ഒരേ സമയം നമുക്ക് പാക്ക് ചെയ്ത് നിറച്ച് എടുക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ പലതരത്തിലുള്ള മെഷീൻസാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് കൂളിംഗ് റൂമാണ്. പാലെല്ലാം കവറിൽ ഫില്ല് ചെയ്ത ശേഷം ഇവിടെയാണ് വന്നിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ കുപ്പിയിൽ പാല് ഉണ്ട്, അതുപോലെ കവറിലേതായാലും നീല, മഞ്ഞ, പച്ച അങ്ങനെ ഫാറ്റുകളുടെ അളവിനനുസരിച്ച് അവർ കവറിൻ്റെത് മാറ്റി തിരിച്ച് ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ഷോപ്പിലേക്ക് വണ്ടിയിൽ കയറ്റി വിടുന്നത്. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതെല്ലാം കാണാം. വേറെ ഒരു ഡയറിക്കാരും ഇതിന് ഇതുവരെയും ഇങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷേ എല്ലാ വർഷവും നമ്മുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചാണ് നവംബർ 25, 26 ദിവസങ്ങളിൽ ഇവിടെ എക്സിബിഷൻ എല്ലാവർക്കും കാണാനുള്ള അവസരം മിൽമ ഡയറി ഒരുക്കുന്നത്. അപ്പോൾ ഇത് അമ്പലത്തറ മിൽമ ഡയറിയാണ് കേട്ടോ. ഈ റൂം വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ കൺട്രോളിങ് മെഷീൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടെമ്പറേച്ചറൊക്കെയാണ് അവിടെ പാലിന് വേണ്ടിയിട്ട് പുറമേ നിന്നും കുഴലുകൾ വഴി ആ റൂമുകളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്റ് മാത്രമല്ല കോൾഡ് ഒക്കെ ഇതുപോലെ ഓരോ മെഷീൻസിൽ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. പനീർ, ബട്ടർ, മിൽമയുടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, മിൽക്ക്, കേർഡ്, ഐസ്ക്രീംസ് തന്നെ വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട്, പേട, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മെഷീൻസിൻ്റെ റൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പോകുന്നത് തൈരിൻ്റെ സെക്ഷനിലാണ്. ഈ മെഷീനിലാണ് തൈര് ഫില്ല് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം കേട്ടോ. കണ്ടോ, ഒരു മിനിറ്റിൽ എത്ര പെട്ടെന്നാണല്ലേ. ഇപ്പോൾ മാൻമെയ്ഡ് ആയ ഇതിന് ഇത്രയും സ്പീഡായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഒരു മെഷീനെ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ഐസ്ക്രീമിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ആൾത്തിരക്കുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. എല്ലാവർക്കും കാണാൻ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കുട്ടികളും ഒരുപാട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന ഒരു എക്സിബിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എന്തായാലും ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്ത് ഒന്ന്
സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ.